എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെറും 2 മുട്ടയുടെ വെള്ളയിൽ നിന്ന് എങ്ങനെയാണ് കേക്കിന് വേണ്ടിയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം വീട്ടിലെങ്ങനെ റെഡിയാക്കുക എന്നുള്ളത് നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുറേ പേരായി എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നു, ചേച്ചി ഹോം മെയ്ഡ് വിപ്പിംഗ് ക്രീമിനുള്ള ഒരു വീഡിയോ ചെയ്യുമെന്ന് കുറേ റിക്വസ്റ്റ് എനിക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ എനിക്കതിന് പറ്റിയില്ല. കാരണം 100% സക്സസ് ആയിട്ടുള്ള വീഡിയോ മാത്രമേ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇതുവരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴാണ് ഒന്ന് തട്ടിമുട്ടി ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വിപ്പിംഗ് ക്രീമായിട്ട് കിട്ടിയത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ ചാനലിൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം മുട്ടയുടെ വെള്ളയിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് ഒന്ന് നോക്കാം. അപ്പോൾ ഇത് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഒരു സ്റ്റീൽ പ്ലേറ്റിൻ്റെ മുകളിലോട്ടായിട്ട് ഒരു ഗ്ലാസിൻ്റെ പാത്രം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്ലാസിൻ്റെ പാത്രത്തിലാണ് നമ്മൾ മുട്ട ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഈ ഒരു സ്റ്റീൽ പ്ലേറ്റിൽ നമ്മുടെ ഈ ഒരു ഗ്ലാസിൻ്റെ ബൗള് മുങ്ങി നിൽക്കാൻ പാകത്തിലുള്ള നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം 2 ഗ്ലാസോളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുന്ന ആ ഒരു മുട്ടയുടെ പച്ച സ്മെല്ലൊന്നും മാറി കിട്ടാനും കറക്റ്റായിട്ട് ആ ഒരു എഗ് വൈറ്റ് നന്നായിട്ട് ബീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഈ ഒരു സ്റ്റീൽ പാത്രത്തിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതേ 2 മുട്ടയുടെ വെള്ള ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ള മുട്ടയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, മഞ്ഞയുടെ ഒരു അംശം പോലും ഇതിലുണ്ടാവാനായിട്ട് പാടില്ല. പിന്നെ നമ്മൾ ഇതിനായിട്ട് എടുക്കുന്ന 2 പാത്രങ്ങളും നന്നായിട്ട് ക്ലീൻ ആയിരിക്കണം കേട്ടോ. ഒരു തരി വെള്ളം പോലും ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് വിപ്പ് ചെയ്തെടുക്കാൻ പറ്റുകയില്ല, അതങ്ങോട്ട് ലൂസായി പോകും. അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കാം. ഇനി ഇത് ഇതുപോലുള്ളൊരു ബീറ്റർ വെച്ചിട്ട് ഞാനിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതുപോലുള്ളൊരു ബീറ്റർ നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഒരു വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതി. അപ്പോൾ വിസ്ക് വെച്ചിട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ആ ഒരു വിസ്ക് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോർക്ക് വെച്ചിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നതെങ്കിൽ അതായാലും നന്നായിട്ട് നല്ല ക്ലീൻ ആയിരിക്കണം കേട്ടോ. വെള്ളം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പകുതി അടിച്ചെടുത്തിട്ടുള്ള ആ ഒരു എഗ് വൈറ്റ് ഞാൻ ഇങ്ങനെയുള്ള വീതി കുറഞ്ഞൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. കാരണം ഇച്ചിരി വലിപ്പമുള്ള പാത്രം എടുത്തെന്ന് കഴിഞ്ഞാൽ ഈ ഒരു ബീറ്ററിൻ്റെ ബ്ലേഡ് അതിലോട്ട് ഇറങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇച്ചിരി ചെറിയ പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഈ ഒരു രീതിയിൽ ഒന്ന് വിപ്പ് ചെയ്തെടുക്കുക. ആദ്യം ഒരു ലോ സ്പീഡിൽ വെക്കുക, എന്നിട്ട് അതിനുശേഷം പതുക്കെ അതങ്ങോട്ട് കൂട്ടി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഏറ്റവും ഹൈ സ്പീഡിൽ വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് ബീറ്റ് ചെയ്ത് കൊടുത്തോളൂ. അപ്പോഴിതേ കറക്റ്റ് ഈ ഒരു പരുവത്തുന്ന സമയത്ത് ഇതിലോട്ട് ഒരു 3 ടീസ്പൂണോളം പൊടിച്ച പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതിന് പകരമായിട്ട് ഐസിങ് ഷുഗർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു 3 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തോളൂ. പിന്നെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂണോളം കോൺഫ്ലോർ ആണ് കേട്ടോ. കോൺഫ്ലോർ നമ്മൾ എന്തിനാണ് ഇതിലോട്ട് ചേർക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഈ ഒരു എഗ് വൈറ്റ് കറക്റ്റായിട്ട് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ബീറ്റായി കിട്ടാനും നല്ല സ്റ്റിഫായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് 1/2 ടീസ്പൂണോളം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കോൺഫ്ലോർ എന്തായാലും മസ്റ്റായിട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചേക്കണേ. പിന്നെ നിങ്ങൾ ഐസിങ് ഷുഗറാണ് പൊടിച്ച പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കുന്നതെങ്കിൽ എക്സ്ട്രാ ഇതിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി ഐസിങ് ഷുഗറിൽ കോൺഫ്ലോറിൻ്റെ കണ്ടന്റ് ഉണ്ടാവും കേട്ടോ. ഇപ്പം ഞാൻ പൊടിച്ച പഞ്ചസാര ഉപയോഗിച്ചത് കൊണ്ടാണ് എക്സ്ട്രാ ഒരു 1/2 ടീസ്പൂണോളം കോൺഫ്ലോർ ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്തത്. ഇനി ഇത് വീണ്ടും പഴയതുപോലെ നമുക്ക് നന്നായിട്ട് ഈ ഒരു ബീറ്റർ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്നും കൂടി നന്നായിട്ട് ബീറ്റായിട്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ ഈ ഒരു അടിയിൽ വെച്ചിട്ടുള്ള ചൂടുവെള്ളം പതുക്കെ നമുക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കാം. പിന്നെ നമുക്ക് ഈ ഒരു വെള്ളത്തിൻ്റെ ആവശ്യമില്ല. കറക്റ്റായിട്ട് ആ ഒരു പച്ചമുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞ് ഈ ഒരു എഗ് വൈറ്റ് നന്നായിട്ടൊന്ന് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് പതുക്കെ നമുക്ക് മാറ്റി കൊടുത്തിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ കൂടി പൊടിച്ച പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, എല്ലാം കൂടി ആദ്യമേ അങ്ങ് ഒരുമിച്ച് ചേർക്കാനായിട്ട് പാടില്ല. കുറച്ചായിട്ട് വേണം നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിലേ നന്നായിട്ട് നല്ല സ്റ്റിഫായിട്ടുള്ള വിപ്പിംഗ് ക്രീം നമുക്ക് കിട്ടും കേട്ടോ. ഇനി ഇതിലോട്ട് ഇതിൻ്റെ കൂടെ തന്നെ ആ ഒരു മുട്ടയുടെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂണോളം വാനില എസൻസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വാനില എസൻസ് കയ്യിലില്ലാത്തവർ അതിന് പകരമായിട്ട് ഒരു 1/4 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതായാലും ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ഇത് വീണ്ടും നമുക്ക് നന്നായിട്ട് നല്ല സ്റ്റിഫായി കിട്ടുന്നവരെ പതുക്കെ അങ്ങോട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ളൊരു വിസ്കോ അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഒരു ഫോർക്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷെ നമ്മൾ ബീറ്റർ വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു എഗ് വൈറ്റ് പെട്ടെന്ന് അങ്ങോട്ട് ബീറ്റായി കിട്ടും. അപ്പോൾ വിസ്ക് വെച്ച് ചെയ്യുമ്പോഴും ഫോർക്ക് വെച്ച് ചെയ്യുമ്പോഴും ഇച്ചിരി ടൈം പിടിക്കും, അത്ര വ്യത്യാസം മാത്രമേ ഉള്ളൂ.
നമ്മൾ 2 വെച്ച് ചെയ്യുന്ന സമയത്തും ഇതേ കറക്റ്റ് ഈ ഒരു ഇതിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ആ കാര്യത്തിലൊന്നും ടെൻഷൻ വേണ്ട. ബീറ്റർ ഇല്ലയെന്ന് വെച്ചിട്ട് ചെയ്യാതിരിക്കരുത്. നമുക്ക് വിസ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല ആ ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഫോമിൽ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സ്റ്റിഫായിട്ട് നിൽക്കുന്ന വിപ്പിംഗ് ക്രീം തന്നെയാണ്. പിന്നെ ഈ ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് വെച്ചാലും മതി. ഇത് പെട്ടെന്നൊന്നും മെൽട്ടായി പോവില്ല കേട്ടോ. പിന്നെ നമുക്ക് ഐസിങ് ചെയ്യാനൊക്കെ എളുപ്പമാണ് ഇത് വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു വിപ്പിംഗ് ക്രീമൊക്കെ നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ താഴോട്ട് ഇടുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് ആട് സ്റ്റിഫായിട്ട് തന്നെ നിന്നോളും. താഴോട്ട് പെട്ടെന്നൊന്നും വീഴില്ല കേട്ടോ. അത്രയും സ്റ്റിഫായിട്ട് നിൽക്കുന്ന വിപ്പിംഗ് ക്രീമാണ്. നല്ല ക്രീമി ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ സാധാരണ വിപ്പിംഗ് ക്രീമൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് മെൽട്ടാവും. പിന്നെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് മെൽട്ടാവും. ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഈ ഒരു എഗ് വൈറ്റ് ചെയ്തിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം റെഡിയാക്കുന്ന സമയത്ത് അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല. ആർക്കും വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു വിപ്പിംഗ് ക്രീമിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിത് വീണ്ടും മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വൈറ്റ് വരുമ്പോൾ ആ ഒരു വിപ്പിംഗ് ക്രീം കറക്റ്റായിട്ട് അങ്ങോട്ട് എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു പാത്രത്തിലോട്ട് അങ്ങോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടോ, ഇത് കമഴ്ത്തുന്ന സമയത്ത് ഒട്ടും പുറത്ത് പോകുന്നില്ല. അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഐസിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമുള്ള ഒരു വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെ വീട്ടിൽ മുട്ടയൊക്കെ എല്ലാവരുടെ വീട്ടിൽ ഉണ്ടാവുന്ന ഒരു സാധനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തോളൂ. അതേപോലെ ചാനലിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാവുകയാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജ് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. ഫേസ്ബുക്ക് പേജിൻ്റെ ID താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള റെസിപ്പീസിൻ്റെ ഫോട്ടോസ് പറ്റുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇമെയിൽ ID-യിലോ മെസ്സഞ്ചറിലോ അയച്ചു തരാം കേട്ടോ. എല്ലാത്തിൻ്റെയും ID താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ.